കാർഷിക വാർത്തകൾ. വെളിച്ചെണ്ണ വിപണിയിൽ തകർപ്പൻ മുന്നേറ്റം. അന്താരാഷ്ട്ര ആഭ്യന്തര വിപണികളിൽ തളർച്ച നേരിട്ട റബ്ബർ. പ്രതീക്ഷയോടെ ഏലം വിപണി. കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച റെക്കോർഡായ 26,700 കയറി. കൊപ്ര 17,700 രൂപയിലുമാണ്. കാർഷിക മേഖലയിൽ കൊപ്രയ്ക്കും പച്ചത്തെങ്ങിക്കും കടുത്ത ക്ഷാമം നേരിടുന്നതിനാൽ മില്ലുകാർ കിട്ടുന്ന വിലയ്ക്ക് ചരക്ക് സംഭരിക്കുന്ന നയത്തിലാണ്. വിദേശത്ത് റബ്ബറിന് നേരിട്ട വില തകർച്ച ഇന്ത്യൻ മാർക്കറ്റിനെയും തളർത്തി. ടയർ നിർമ്മാതാക്കൾ റബ്ബർ സംഭരണത്തിൽ നിന്നും പെടുന്നനെ പിന്മാറിയതോടെ 4ാം ഗ്രേഡ് കിലോ 6 രൂപ ഇടിഞ്ഞ് 195 രൂപയായി. ഈ വർഷം ഇത്ര ശക്തമായ വില തകർച്ച ആദ്യമാണ്. ഓഫ് സീസൺ ആയതിനാൽ താഴ്ന്ന വിലയ്ക്ക് വിൽപ്പനക്കാരില്ല. നിക്ഷേപകർ ജപ്പാൻ റബ്ബർ അവധി വ്യാപാര രംഗത്തെ ശക്തമായ വിൽപ്പന സമ്മർദ്ദമാണ് രാജ്യാന്തര തലത്തിൽ ഉൽപ്പന്ന വിലയെ ബാധിച്ചത്. ജപ്പാനിൽ 10% വില ഇടിഞ്ഞത് ഇതര വിപണികളെയും സമ്മർദ്ദത്തിലാക്കി. ഉത്സവകാല ഡിമാൻഡ് മുൻനിർത്തി ആഭ്യന്തര വിദേശ ഇടപെടലുകാർ ഏലക്ക സംഭരണം ശക്തമാക്കി. കാർഷിക മേഖലയിൽ നടന്ന ലേലത്തിൽ 60,434 കിലോ ഏലക്ക വിൽപ്പന നടന്നു. വിദേശ രാജ്യങ്ങളുമായി നേരത്തെ ഉറപ്പിച്ച കച്ചവടങ്ങൾ പ്രകാരമുള്ള കയറ്റുമതി പുരോഗമിക്കുന്നു. വിഷു ഈസ്റ്റർ വിൽപ്പന മുന്നിൽ കണ്ട് ആഭ്യന്തര ഇടപെടലുകാരും ഏലക്ക വാങ്ങി. മികച്ച ഇനങ്ങൾ കിലോ 3,023 രൂപ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരുത്തി വ്യാപാരത്തിനായി ഇന്ത്യയും ഓസ്ട്രേലിയയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വർഷം തോറും ഇന്ത്യയിലേക്ക് 6 ലക്ഷം ടൺ പരുത്തി ഇറക്കുമതി ചെയ്യാനാണ് ധാരണ. കോട്ടൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ഓസ്ട്രേലിയൻ കോട്ടൺ ഷിപ്പേഴ്സ് അസോസിയേഷനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. പരുത്തി ഉൽപാദനം, വ്യാപാരം, ആഗോള വില നിർണ്ണയം, വിപണി കണ്ടെത്താനുള്ള പരസ്പര സഹകരണം, ആശയങ്ങളുടെയും വിവരങ്ങളുടെയും കൈമാറ്റം എന്നിവയാണ് ധാരണാപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ACSA ചെയർമാൻ ക്ലിഫ് വൈറ്റും CEO ജൂൾസ് വില്ലിസും നയിക്കുന്ന ഓസ്ട്രേലിയൻ വ്യാപാര പ്രതിനിധി സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിലാണ് പുതിയ സഹകരണം. 2022 ഡിസംബറിലാണ് ഓസ്ട്രേലിയ ഇന്ത്യ സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്നത്. പ്രതിവർഷം 51,000 ടൺ പരുത്തി ഇന്ത്യയിലേക്ക് തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ളതാണ് വ്യാപാര കരാർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഭൂഗർഭജല വിനിയോഗത്തിന് നിയന്ത്രണം വരുന്നു. പാലക്കാടും കാസർഗോഡും കർഷകർക്ക് കൂടുതൽ ഭീഷണിയാവും. 4 വർഷം മുൻപ് കർഷക പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ച തീരുമാനമാണ് സംസ്ഥാന സർക്കാർ വീണ്ടും നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ 3 ബ്ലോക്കുകളിൽ ഭൂജല ഉപയോഗ നിയന്ത്രണത്തിന് ഫ്ലോ മീറ്റർ സ്ഥാപിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന ഭൂജല അതോറിറ്റി ഉന്നതതല യോഗത്തിലാണ് ഉത്തരവ് കർശനമായി നടപ്പിലാക്കാൻ തീരുമാനമായത്. 2020 ജൂണിൽ ഭൂജല അതോറിറ്റി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയെങ്കിലും കർഷകരിൽ നിന്നുയർന്ന എതിർപ്പിനെ തുടർന്ന് തുടർ നടപടി മരവിപ്പിക്കുകയായിരുന്നു. ഭൂഗർഭജലത്തിന്റെ ലഭ്യത കണക്കാക്കി ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനത്തെ 3 ബ്ലോക്കുകളിലാണ് നിയന്ത്രണം വരുന്നത്. കാസർഗോഡ് ബ്ലോക്കും പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, മലമ്പുഴ ബ്ലോക്കുകളുമാണ് ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ. ഉത്തരവ് നടപ്പിലായാൽ 1 ഏക്കർ സ്ഥലത്ത് ഒരു ദിവസം ഉപയോഗിക്കാവുന്ന പരമാവധി വെള്ളം 5000 ലിറ്റർ ആയിരിക്കും. തെങ്ങ്, പച്ചക്കറി തുടങ്ങിയ കൃഷികൾക്ക് ഇത് പ്രശ്നമാകുമെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ കുഴൽക്കിണറുകളിൽ സ്ഥാപിക്കുന്ന മോട്ടോറുകളുടെ ശേഷി, എടുക്കാവുന്ന വെള്ളത്തിന്റെ അളവ് എന്നിവയ്ക്കുള്ള പെർമിറ്റ് നിയന്ത്രണവും ഇതോടൊപ്പം നടപ്പിലാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2030 ഇന്ത്യൻ കാർഷിക വിപണി 38 ലക്ഷം കോടി രൂപയിലെത്തും. പുതിയ കൃഷിരീതികളും സാങ്കേതിക മാറ്റങ്ങളും നേട്ടമാകുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ കാർഷിക വിപണി 31 ലക്ഷം കോടി രൂപയുടേതായിരുന്നു. 7 വർഷത്തിനുള്ളിൽ കാർഷിക വിപണി 38 ലക്ഷം കോടിയിലെത്തുമെന്നാണ് ഇന്നോവേഷൻസ് ഇൻ അഗ്രികൾച്ചർ എന്ന റിപ്പോർട്ട് പറയുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കായുള്ള ഉപഭോക്തൃ ആവശ്യകതയിൽ വരുന്ന മാറ്റങ്ങളും പുതിയ കൃഷിരീതികളും സാങ്കേതിക പുരോഗതിയും പ്രതിവർഷം ഏകദേശം 4% വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് റിപ്പോർട്ട് പറയുന്നു. നിലം കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ കാർഷിക വിപണി ഗണ്യമായ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക വിപണിയുടെ 60% മണ്ണുമായി ബന്ധപ്പെട്ട കൃഷിയാണ്. തുടർന്ന് 30% കന്നുകാലി വളർത്തലും 10% മത്സ്യബന്ധനവുമാണ്. വിപണിയിൽ ഏകദേശം 10% സംഭാവന ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. കർണാടകയാണ് പ്രതിവർഷം 4% വളർച്ച കൈവരിക്കുന്ന പ്രധാന സംസ്ഥാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഞ്ചാബിൽ നടക്കുന്ന കർഷകരുടെ അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ഇടപെടലിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വിളകൾക്ക് അടിസ്ഥാന താങ്ങുവില നിയമപരമായി ഉറപ്പാക്കണമെന്ന ആവശ്യവുമായാണ് പഞ്ചാബിലെ കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത്. നവംബർ 26-നാണ് ദല്ലേവാൾ നിരാഹാര സമരം ആരംഭിച്ചത്. നിർബന്ധിത മെഡിക്കൽ സജ്ജീകരണത്തോടെയാണ് മാസങ്ങൾക്കിപ്പുറവും അദ്ദേഹം സമരം ചെയ്തു വരുന്നത്. ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധികളും കർഷക സംഘടനകളുടെ പ്രതിനിധികളും തമ്മിൽ കർഷകരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച തുടരുകയാണ്. സമരം അവസാനിപ്പിക്കാൻ കേന്ദ്രം ദല്ലേവാളിനോട് അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും തീരുമാനമായിരുന്നില്ല. നിലവിൽ കേന്ദ്ര കൃഷി മന്ത്രിയുടെ ഇടപെടൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ന വിമർശനം ഉയരുന്നുണ്ട്.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റോസ്റ്റഡ് അടക്കയുടെ ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു. നീക്കം ആഭ്യന്തര കർഷകരെ പിന്തുണയ്ക്കുന്നതിനായാണ് തീരുമാനം. ജലാംശം 10% താഴെയുള്ളതാണ് റോസ്റ്റഡ് അടയ്ക്കകൾ. നിലവിൽ 08, 02, 80, 90 എന്ന ഒറ്റ കോഡിന് കീഴിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഇറക്കുമതി നിരോധിച്ചിരിക്കുന്നത്. എല്ലാത്തരം സംസ്കരിച്ച അടക്കകളും ഈ നയത്തിന് കീഴിൽ ഉൾപ്പെടും. കൂടാതെ മൂല്യം കിലോയ്ക്ക് 351 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇറക്കുമതി സൗജന്യമായിരിക്കുമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് റോസ്റ്റഡ് അടക്കയെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായി തരംതിരിച്ചത്. എന്നാൽ തെറ്റായ തരംതിരിവിലൂടെ ഇറക്കുമതി താരിഫ് മറികടക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കാർ ശ്രമം നടത്തിയിരുന്നു. ഇത് ആഭ്യന്തര കർഷകർക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം വ്യക്തമായ വർഗീകരണവും ഇറക്കുമതി നയവും നടപ്പിലാക്കിയത്. ഇതുമൂലം കുറഞ്ഞ ഗ്രേഡ് അടക്കയുടെ വില ഉയരുമെന്നാണ് പ്രതീക്ഷ. കിലോഗ്രാമിന് 351 രൂപയോ അതിൽ കൂടുതലോ വിലയ്ക്കുള്ള ഇറക്കുമതി നിർബന്ധമാക്കുന്നതിനാൽ ഇറക്കുമതിക്കാർക്ക് നഷ്ടമുണ്ടാകും. ഇത് രാജ്യത്തെ ആഭ്യന്തര കർഷകരെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തെലങ്കാനയിലെ എണ്ണപ്പന കർഷകർക്ക് നേട്ടം. 50%-ലധികം വില വർധനയാണ് 15 മാസത്തിനിടെ രേഖപ്പെടുത്തിയത്. 2024 മാർച്ചിൽ ടണ്ണിന് 14,000 രൂപയായിരുന്നു വില. നിലവിൽ ഇത് 21,000 രൂപ കടന്നു. 50% വളർച്ചയാണ് എണ്ണപ്പന വിപണിയിലുണ്ടായിരിക്കുന്നത്. ഭക്ഷ്യവിള മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. അസംസ്കൃത പാമോയിൽ ഇറക്കുമതിക്ക് ഇറക്കുമതി തീരുവ ചുമത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്ന് ആഭ്യന്തര ഡിമാൻഡിലുണ്ടായ വർധനവാണ് വിലയിലെ വളർച്ചയ്ക്ക് കാരണമായത്. വിലവർധനവിൽ എണ്ണപ്പന കർഷകർ സന്തുഷ്ടരാണെങ്കിലും തോട്ടങ്ങളിൽ കീടങ്ങളും രോഗങ്ങളും നേരിടുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. പുകയില ബോർഡിന്റെ മാതൃകയിൽ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എണ്ണപ്പന ബോർഡ് രൂപീകരിക്കണമെന്നും തെലങ്കാനയിലെ കർഷകർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 202, RSS 5 199, ലാറ്റക്സ് 138, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പൂ 900, അടയ്ക്ക 250, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 73,600, കുരുമുളക് അൺഗാർബിൾ 71,600, ഏലക്ക 2,700 മുതൽ 2,800 വരെ, വെളിച്ചെണ്ണ 26,700, കൊപ്ര 18,400, ചുക്ക് 22,500.